ഹായ് മക്കളെ, ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ്സ് ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും എന്ന് പറഞ്ഞ ചാപ്റ്റർ 9ാം ക്ലാസ്സിൻ്റെ ഹിസ്റ്ററി 2ാമത്തെ പാഠം നമ്മൾ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. വിവിധ പാർട്ടായിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് വേണ്ടവർക്ക് ക്ലാസ് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആ പാഠത്തിൻ്റെ നോട്ട്സുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നോട്ട്സ് പഠിക്കുമ്പോൾ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്ററും കവർ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് എഴുതിയെടുക്കുക. അപ്പോൾ എക്സാമൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ചൊന്ന് കാണണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഈ വീഡിയോസ് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടാലും മതി. അതുപോലെ നമ്മുടെ പോയിൻറ്റ്സൊക്കെ എഴുതി വെക്കാം. അപ്പോൾ നമ്മൾ അധികം സമയമൊന്നും കളയുന്നില്ല. പിന്നെ നമുക്ക് പെട്ടെന്ന് നോട്ട്സിലേക്ക് പോവാം. അപ്പോൾ മക്കൾ ചെയ്യേണ്ട കാര്യം എന്താ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കണേ. ഓക്കെ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ വേഗം തന്നെ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. പിന്നെ നോട്ട്സ് നിങ്ങൾ പോയിൻ്റ് ചെയ്ത് എഴുതിയെടുക്കുക കേട്ടോ. What are the factors that helped in the formation of the material condition of the Ganga basin? അതായത് നവീനാശയങ്ങളുടെ വളർച്ചയിൽ ഗംഗാതടത്തിലെ ഭൗതിക സാഹചര്യങ്ങളെ രൂപപ്പെടുത്താൻ സഹായിച്ച ഘടകങ്ങൾ ഏതെല്ലാമായിരുന്നു? 1. വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് അയൺ ടൂൾസ്, ഇരുമ്പ് ഉപകരണങ്ങളുടെ വ്യാപക ഉപയോഗം. 2. ഇൻക്രീസ്ഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, കാർഷികോൽപാദന വർധനവ്. 3. ഗ്രോത്ത് ഓഫ് ട്രേഡ് ആൻഡ് സിറ്റീസ്, കച്ചവടം, നഗരങ്ങൾ എന്നിവയുടെ വളർച്ച. ഓക്കെ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഫോഴ്സ്ഡ് പീപ്പിൾ ടു തിങ്ക് അഗെയിൻസ്റ്റ് ദ വേദിക് റിച്വൽസ്? അതായത് വേദകാല ആചാരങ്ങൾക്കെതിരെ ജനങ്ങളെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് ഗംഗാ ബേസിൻ്റെ കാര്യമാണ്. ഗംഗാതടത്തിൽ ഉയർന്നു വന്ന സാമൂഹിക സാമ്പത്തിക സ്ഥിതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ എന്തുകൊണ്ടാണ് വേദകാല ആചാരങ്ങൾക്കെതിരെ ചിന്തിച്ചതെന്ന് ചോദിച്ചാൽ ഇതാണ് ആൻസർ. വേദിക് പ്രാക്ടീസ് ഗേവ് ഇമ്പോർട്ടൻസ് ടു റിച്വൽസ് ആൻഡ് ആനിമൽ സാക്രിഫൈസസ്. അപ്പോൾ യാഗങ്ങൾക്കും മൃഗബലിക്കും വളരെ പ്രാമുഖ്യം നൽകിയിരുന്നു ആര്? വേദകാലഘട്ടം. Okay, and agriculture depending on cattle was adversely affected by the widely prevalent practice of animal sacrifice as a part of rituals. ഈ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഏതിനൊക്കെ ഈ കാറ്റിൽസിനെ, കന്നുകാലികളൊക്കെ കൊന്നെടുക്കുന്നത് കൃഷിയെ അത് പ്രതികൂലമായിട്ട് ബാധിച്ചു. ദിസ് ഫോഴ്സ്ഡ് പീപ്പിൾ ടു തിങ്ക് അഗെയിൻസ്റ്റ് ദ വേദിക് റിച്വൽസ്. അതുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ വേദകാല ആചാരങ്ങൾക്കെതിരെ ചിന്തിച്ചത്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ വർ ഗഹപതീസ്? ആരാണ് ഗഹപതികളെന്ന്? ഓക്കെ, നമ്മൾ പഠിച്ചതാണ്. ദേ വർ ഇമ്പോർട്ടൻറ്റ് ഗ്രൂപ്പ് എമേർജ്ഡ് ഔട്ട്സൈഡ് ദ എക്സിസ്റ്റിംഗ് വർണ്ണ സിസ്റ്റം. ഇവർ വർണ്ണവ്യവസ്ഥയ്ക്ക് പുറത്ത് ധനാഢ്യരായൊരു വളരെ പ്രധാനപ്പെട്ടൊരു വിഭാഗമായിരുന്നു ആര്? ഗഹപതികൾ. എൻഗേജ്ഡ് ഇൻ ട്രേഡ് ആൻഡ് ഓൺഡ് ലാൻഡ്. ഇവർ ഏതിലായിരുന്നു? കച്ചവടം തൊഴിലാക്കിയ ആൾക്കാരായിരുന്നു. അതുപോലെ ഭൂമിയൊക്കെ കൈവശം വെച്ചിട്ടുണ്ടായിരുന്നു. ഫിനാൻഷ്യലി ഹയർ പൊസിഷൻ ആൻഡ് ഗെയിൻഡ് ബെറ്റർ സ്റ്റാറ്റസ് ഇൻ ദ സൊസൈറ്റി. അതുകൊണ്ട് തന്നെ ഇവരെന്താണ്? ഫിനാൻഷ്യലി ഹയറാണ്. അതുപോലെ തന്നെ മെച്ചപ്പെട്ട സാമൂഹിക സ്ഥാനവും കൂടി നേടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് തീർത്ഥാങ്കര. അപ്പോൾ നമ്മൾ ജൈനസിലേക്ക് വരികയാണ്. തീർത്ഥാങ്കരാസ്, വൺ ഹു അറ്റൈൻഡ് വിസ്റ്റം ത്രൂ എസ്തറ്റിസം, അല്ലേ? സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവനാണ് ആര്? തീർത്ഥാങ്കരൻ എന്ന് പറയുന്നത്. ഓക്കെ, ഋഷഭദേവ വാസ് ദ ഫസ്റ്റ് തീർത്ഥാങ്കര. നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ആരാണ് ആദ്യത്തെ തീർത്ഥാങ്കരൻ? ആരാണ്? ഋഷഭദേവനാണ്. ഓക്കെ, വർദ്ധമാന മഹാവീര വാസ് ദ 24th തീർത്ഥാങ്കര. അപ്പോൾ 24ാമത്തേതും അവസാനത്തെയും തീർത്ഥാങ്കരനാണ് ആര്? വർദ്ധമാന മഹാവീരൻ. നെക്സ്റ്റ്, വർദ്ധമാന മഹാവീര. ഷോർട്ട് നോട്ടൊക്കെ ചോദിക്കാം. നമ്മൾ വർദ്ധമാന മഹാവീരനൊക്കെ നന്നായിട്ട് ഓർത്ത് വെക്കേണ്ട ഒരാളാണ്. ഓക്കെ, അപ്പോൾ നോക്കുക. ബോൺ ഇൻ വൈശാലിയിൽ ജനനം. ഹി കെയിം ടു ബി നോൺ ആസ് മഹാവീര ആൻഡ് ജിന. മഹാവീരൻ എന്നും ജിനൻ എന്നും അറിയപ്പെട്ടു. അറ്റൈൻഡ് നിർവാണ അറ്റ് പാവ നിയർ പാറ്റ്ന. അപ്പം പാറ്റ്നയ്ക്ക് സമീപമുള്ള പാവ എന്ന സ്ഥലത്ത് വെച്ചിട്ട് നിർവ്വാണം പ്രാപിച്ചു. നെക്സ്റ്റ്, വർദ്ധമാന മഹാവീര വാസ് ദ 24th ആൻഡ് ലാസ്റ്റ് തീർത്ഥാങ്കര. വർദ്ധമാന മഹാവീരൻ 24ാമത്തെയും അവസാനത്തെയും തീർത്ഥാങ്കരനാണ്. മഹാവീര പ്രൊപ്പഗേറ്റഡ് ദ ഐഡിയാസ് ഓഫ് ജൈനിസം ബൈ ആഡിങ് ഹിസ് പ്രിൻസിപ്പിൾ ടു ദോസ് ഓഫ് പാർശ്വനാഥ. അതായത് പാർശ്വനാഥൻ്റെ ആശയങ്ങളോട് തൻ്റെ തത്വങ്ങൾ കൂട്ടിച്ചേർത്താണ് മഹാവീരൻ ജൈനമത ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ആരാണ് പാർശ്വനാഥൻ? നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 23ാമത്തെ തീർത്ഥാങ്കരനാണ് ആര്? പാർശ്വനാഥൻ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഡോക്ട്രിൻസ് ഓഫ് ജൈനിസം, ജൈനമത ആശയങ്ങൾ. ഇൻ ദിസ് വേൾഡ് എവറിത്തിങ് ഹാസ് ലൈഫ്. ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. ദെൻ ഡു നോട്ട് ഹാം എനി ലിവിങ് ബീയിങ്സ്. ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്. ബർത്ത് ആൻഡ് റീബർത്ത് ആർ ഡിറ്റർമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് കർമ്മ. ജന്മവും പുനർജന്മവും നിശ്ചയിക്കപ്പെടുന്നത് കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്, ഓർത്ത് വെച്ചേക്കണേ. ഓക്കെ, ദെൻ ത്രിരത്നാസ്. എന്താണ് ത്രിരത്നങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ത്രിരത്നാസ് അല്ലേ? 3 പ്രിൻസിപ്പിൾ ഫോർ അറ്റൈനിങ് മോക്ഷ. അതായത് മോക്ഷപ്രാപ്തിക്കായിട്ട് 3 തത്വങ്ങൾ
ഇവിടെ മഹാവീരൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതാണ് ഈ ത്രിരത്നാസ് എന്ന് പറയുന്നത്. ഒന്ന് റൈറ്റ് ബിലീഫ്, ശരിയായ വിശ്വാസം, റൈറ്റ് നോളജ്, ശരിയായ അറിവ്, റൈറ്റ് ആക്ഷൻ, ശരിയായ പ്രവൃത്തി. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു ജൈനിസം, മോങ്സ് ആൻഡ് നൺസ് വർ സപ്പോസ് ടു ഒബ്സർവ് 5 vows. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആ ജൈനമതം പഠിക്കുമ്പോൾ അതും കൂടി ഒന്ന് നല്ലപോലെ ഓർത്ത് വെക്കണം. ജൈനമത പ്രകാരം സന്യാസിനിമാരും സന്യാസിനികളും 5 വ്രതങ്ങൾ അനുഷ്ഠിക്കണമായിരുന്നു. ആ 5 വ്രതങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, ഡോണ്ട് കിൽ എനിത്തിങ്, ഒന്നിനെയും കൊല്ലരുത്. ഡോണ്ട് സ്റ്റീൽ, മോഷ്ടിക്കരുത്. ഡോണ്ട് ലൈ, കള്ളം പറയരുത്. ഡോണ്ട് ഓൺ പ്രോപ്പർട്ടി, എന്താണ്, സ്വത്ത് കൈവശം വയ്ക്കരുത്. ദെൻ പ്രാക്ടീസ് സെലിബസി, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക. ദെൻ അതുകൂടാതെ ലേറ്റർ 2 sects were formed in ജൈനിസം. അടുത്ത പോയിന്റ് ഇതാണ്. എന്താണ് ഈ പറഞ്ഞ കാര്യം, ജൈനമതം പിന്നെ 2 വിഭാഗങ്ങളായിട്ട് പിന്നീട് രൂപപ്പെട്ടിട്ടുണ്ട്. അതേതാണെന്ന് ചോദിച്ചാൽ ശ്വേതാംബരാസ് ആൻഡ് ദിഗംബരാസ് ആണ്. ഏതാണ്? ശ്വേതാംബരാസ് ആൻഡ് ദിഗംബര. മലയാളത്തിൽ പറയുമ്പോൾ ശ്വേതാംബരന്മാരും ദിഗംബരന്മാരുമാണ്. ഓക്കെ. അപ്പോൾ നെയിം ദ ഇമ്പോർട്ടൻറ്റ് ജെയിൻ സെൻറ്റർ ഇൻ കേരള. കേരളത്തിലെ പിന്നെ പ്രധാനപ്പെട്ട ജൈനമത കേന്ദ്രം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വയനാട്ടിലെ ജൈനമത ക്ഷേത്രം കണ്ടിട്ടുണ്ട്. നമ്മൾ ആ ഫോട്ടോ അവിടെ കൊടുത്ത് വയനാട്ടിലാണ്. ഓക്കെ, ആ പ്ലേസ് വയനാടാണ്. ഓർത്ത് വെക്കണേ. ദ ബുദ്ധാസ് ടീച്ചിങ് ആൻഡ് പ്രിൻസിപ്പിൾസ് വർ സിമ്പിൾ ആൻഡ് പ്രാക്ടിക്കൽ. വൈ? അതായത് ബുദ്ധൻ്റെ ഉപദേശങ്ങളും തത്വങ്ങളും വളരെ ലളിതവും പ്രായോഗികവുമായിരുന്നു. എന്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റിഫൈ നമ്മളോട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ചോദ്യം വന്നാൽ നമ്മൾ എന്താ എഴുതുക? ഒന്ന്, ബുദ്ധ റിജക്റ്റഡ് ദ വേദാസ്, സാക്രിഫൈസസ് ആൻഡ് ദ കാസ്റ്റ് സിസ്റ്റം. വേദങ്ങളെയും യാഗങ്ങളെയും ജാതി വ്യവസ്ഥയെ അദ്ദേഹം എന്തായിരുന്നു, നിരാകരിച്ചിരുന്നു. 2, ഹിസ് കൺസെപ്റ്റ് ഓഫ് അഹിംസ വാസ് സ്യൂട്ടബിൾ ടു ദ ന്യൂ കണ്ടീഷൻ ഇൻ ദ ഗംഗ ബേസിൻ. അതായത് അദ്ദേഹം മുന്നോട്ട് വെച്ച അഹിംസ എന്ന ആശയം എന്താണ്, ഗംഗാതടത്തിലെ പുതിയ ആശയങ്ങളുമായിട്ട് ഇണങ്ങുന്നതായിരുന്നു. ദെൻ cattle were need in agriculture to prepare land for cultivation and carry goods. ഓക്കെ, അതായത് കാർഷിക വൃത്തിയിൽ കൃഷിക്കായിട്ട് നിലയൊരുക്കുന്നതിനും അതുപോലെ തന്നെ കച്ചവട വസ്തുക്കളൊക്കെ കൊണ്ടുപോകുന്നതിനും കന്നുകാലികൾ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ. ബട്ട് കാറ്റിൽ വർ കിൽഡ് ഇൻ ലാർജ് നമ്പേഴ്സ് ഫോർ യാഗാസ്. അപ്പോൾ ഈ യാഗങ്ങളുടെ പേരിൽ വ്യാപകമായിട്ട് കന്നുകാലികളെ ബലി കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ദിസ് അഡ്വൈസ്ലി എഫക്റ്റ് അഗ്രികൾച്ചർ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്. അപ്പോൾ എന്താണ്, ഇത് കൃഷിയെയും ഈ ചരക്ക് നീക്കത്തെയും എന്താണ്, പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ബുദ്ധ സ്റ്റാൻഡ്സ് അഗെയിൻസ്റ്റ് സാക്രിഫൈസസ് അട്രാക്റ്റഡ് ദോസ് ഹൂ വർ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. അപ്പം ബുദ്ധൻ്റെ നിലപാട് എങ്ങനെയായിരുന്നു, ഇതിനെതിരായിരുന്നു, അല്ലെ ഈ സാക്രിഫൈസിന് എതിരായതുകൊണ്ട് തന്നെ ഇത് കാർഷിക വൃത്തിയിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ ബുദ്ധൻ്റെ ഈ ഒരു നിലപാടിനോട് യോജിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബുദ്ധ സ്പ്രെഡ് ഹിസ് ഐഡിയാസ് ഇൻ പാലി. ബുദ്ധൻ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് ഏത് ഭാഷയിലാണ്, വളരെ സിമ്പിളായിട്ടാണ്. അതുപോലെ പാലി ഭാഷയിലാണ് ബുദ്ധൻ തൻ്റെ ആശയങ്ങളൊക്കെ പ്രചരിപ്പിച്ചിരുന്നത്. ഓക്കെ, ഇതാണ് അവിടെ പറയുന്നത്. അപ്പം ദ ബുദ്ധാസ് ടീച്ചിങ്സ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് സിമ്പിൾ ആൻഡ് പ്രാക്ടിക്കൽ, വൈ ഇല്ലെങ്കിൽ ജസ്റ്റിഫൈ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ഈ പോയിന്റ്സ് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, യെസ്. അപ്പോൾ നെക്സ്റ്റ് ഗൗതമ ബുദ്ധ അല്ലേ? യെസ്, നമുക്കറിയാം, ഡീറ്റെയിൽ ആയിട്ട് അറിയാം. എന്നാലും നമുക്ക് പോയിന്റ്സ് നോക്കാം. ഒറിജിനൽ നെയിം ഈസ് സിദ്ധാർത്ഥ. യഥാർത്ഥ നാമം എന്താണ്, സിദ്ധാർത്ഥൻ എന്നാണ്. ബോൺ ഇൻ ലുംബിനി കപിലവസ്തു ഇൻ നേപ്പാൾ. അപ്പോൾ നേപ്പാളിലെ കപിലവസ്തുവിലുള്ള ലുംബിനിയിലാണ് ജനിച്ചത്. ദെൻ അറ്റൈൻഡ് എൻലൈറ്റ്മെൻറ്റ് അറ്റ് ബോധ്ഗയ ആൻഡ് ബീഹാർ. ബീഹാറിലെ ബോധ്ഗയയിൽ വെച്ചിട്ട് ബോധോദയം നേടി. ദെൻ നെക്സ്റ്റ് ഡെലിവേർഡ് ഹിസ് ഫസ്റ്റ് സെർമൺ അറ്റ് സാരാനാഥ് അല്ലെ, സാരാനാഥിൽ വെച്ച് ആദ്യ പ്രഭാഷണം നടത്തി. ദെൻ അറ്റൈൻ നിർവാണ അറ്റ് കുശിനാര. അപ്പോൾ കുശിനാരയിൽ വെച്ചിട്ട് നിർവാണം പ്രാപിച്ചു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ബുദ്ധാസ് പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ ഒന്നാമത്തേത് ലൈഫ് ഈസ് ഫുൾ ഓഫ് സോറോസ്. ജീവിതം ദുഃഖമയമാണ്. ഓക്കെ. 2, ഡിസയർ ഈസ് എ കോസ് ഓഫ് സോറോ. ആശയാണ് ദുഃഖത്തിന് കാരണം അല്ലേ, നമുക്ക് ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണം എന്ന് പറയും. ദെൻ ഇഫ് ഡിസയർ ഈസ് ഡിസ്ട്രോയിഡ് സോറോ വിൽ ഡിസപ്പിയർ. ഈ ആശയം നശിപ്പിച്ചാൽ ദുഃഖം ഇല്ലാതാവും. ടു അച്ചീവ് ദിസ് ദ 8-fold പാത്ത് അഷ്ടാംഗ മാർഗ ഷുഡ് ബി ഫോളോഡ്. ഇതിന് അഷ്ടാംഗ മാർഗം അനുഷ്ഠിക്കണം. നമ്മുടെ എന്താണ് അഷ്ടാംഗ മാർഗം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മുടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, അത് ഓർക്കണേ. നെക്സ്റ്റ് സ്തൂപങ്ങളാണ്. അപ്പോൾ നമ്മൾ ബുദ്ധമതം പഠിക്കുമ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം തന്നെയാണ്, നന്നായിട്ട് പഠിച്ചു വെക്കുക. സ്തൂപാസ് ബിൽഡിങ്സ് ബിൽറ്റ് ഓൺ സൈറ്റ്സ് വേർ ദ ഫിസിക്കൽ റിമെയിൻസ് ഓഫ് ദ ബുദ്ധ ഓർ ഒബ്ജെക്ട്സ് യൂസ്ഡ് ബൈ ബുദ്ധ വർ ബറീഡ്. അതായത് ബുദ്ധൻ്റെ ഭൗതിക അവശിഷ്ടങ്ങളോ ബുദ്ധൻ ഉപയോഗിച്ച വസ്തുക്കളോ അടക്കം ചെയ്ത സ്ഥലങ്ങളിൽ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളെയാണ് എന്ത് പറയുക,
സ്തൂപങ്ങൾ എന്ന് പറയാം. മെയ്ഡ് ഇൻ സെമി സർക്കുലർ ഷേപ്പ്. സ്തൂപങ്ങൾ എങ്ങനെ ഉണ്ടാവുക? അർദ്ധവൃത്താകൃതിയിലാണ് ഇവ നിർമ്മിച്ചിട്ടുള്ളത്. റിച്ച് ഇൻ കാവിങ്സ്, അല്ലെ, കൊത്തുപണികളാൽ സമ്പന്നമാണെന്ത്? സ്തൂപങ്ങൾ. ദെൻ സാഞ്ചി ആൻഡ് സാരാനാഥ് സ്തൂപാസ് ആർ ഫേമസ്. സാഞ്ചി, സാരാനാഥ് എന്നിവിടങ്ങളിലെ സ്തൂപങ്ങൾ എന്താണ്? പ്രസിദ്ധമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ ഫീച്ചേഴ്സ് ഓഫ് സംഘാസ് ആണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. ഫീച്ചേഴ്സ് ഓഫ് സംഘം എന്ന് പറഞ്ഞാൽ ബുദ്ധമത പ്രചാരത്തിനായിട്ട് സന്യാസിമാരുടെ സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സംഘത്തിൻ്റെ ഫീച്ചേഴ്സാണ്, ആ പ്രത്യേകതകളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നോക്കുക. സംഘാസ് ഓഫ് മോങ്സ്, മൊണാസ്റ്റിക് ഓർഡേഴ്സ് ഫോം ടു പ്രൊപ്പഗേറ്റ് ബുദ്ധിസം, അല്ലെ, ബുദ്ധമത പ്രചാരണത്തിനായിട്ടാണ് സന്യാസിമാരുടെ സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓൾ പീപ്പിൾ വേർ അഡ്മിറ്റഡ് ടു സംഘ റിഗാർഡ്ലെസ് ഓഫ് കാസ്റ്റ് ആൻഡ് ജെൻഡർ. അതായത് സംഘത്തിലേക്ക് എല്ലാ വിഭാഗം, ജാതി, ലിംഗ പരിഗണനകളൊന്നുമില്ലാതെ എല്ലാവരെയും ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വുമൺ ഓഫ് ദ സംഘ വർ നോൺ ആസ് ഭിക്ഷുണീസ് ആൻഡ് ദ മെൻ വർ കോൾഡ് ഭിക്ഷൂസ്. അതായത് ഇതിലെ സ്ത്രീകൾ, ഈ സംഘത്തിലെ സ്ത്രീകൾ ഭിക്ഷുണികൾ എന്നും പുരുഷന്മാർ ഭിക്ഷുക്കൾ എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പിന്നീട് പിൽക്കാലത്ത് ബുദ്ധമതം എന്തായിട്ടുണ്ട്? രണ്ടായിട്ടുണ്ട്. നമ്മൾ ആ പോയിന്റാണ് പറയുന്നത്. ബുദ്ധിസം സ്പ്ലിറ്റ് ഇൻ ടു 2. എന്തൊക്കെയാ? മഹായാന ആൻഡ് ഹീനയാന. ഓക്കെ, ബുദ്ധമതം രണ്ടായിട്ട് പിരിഞ്ഞത് ഏതൊക്കെയായിരുന്നു? മഹായാനം, ഹീനയാനം എന്നിങ്ങനെ മലയാളത്തിൽ പറയും. ഇംഗ്ലീഷിലാകുമ്പോൾ മഹായാന ആൻഡ് ഹീനയാന. ഓക്കെ, ദ ഫോളോവേഴ്സ് ഓഫ് മഹായാന വേർഷിപ്ഡ് ബുദ്ധ ആസ് ഗോഡ്. അപ്പോൾ ഈ മഹായാനത്തിലെ ആൾക്കാർ മഹായാനക്കാർ എങ്ങനെയാണ് ബുദ്ധനെ ദൈവമായിട്ട് ആരാധിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദ വർക്കിംഗ് ഓഫ് ദ സംഘ ഹെൽപ്പ് ടു ഇൻഡിക്കേറ്റ് ദ സെൻസ് ഓഫ് ഡെമോക്രസി ആൻഡ് വാല്യൂസ് ഇൻ ദ സൊസൈറ്റി. അതായത് ഈ ബുദ്ധമതം ജനാധിപത്യവും മൂല്യബോധമൊക്കെ വളർത്തുന്നതിന് സഹായകമായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ബുദ്ധിസം സ്പ്രെഡ് ടു ശ്രീലങ്ക, ചൈന, ജപ്പാൻ, ബർമ, മ്യാൻമാർ, ടിബറ്റ്, അഫ്ഗാനിസ്ഥാൻ ആൻഡ് സൗത്ത് ഏഷ്യ. അപ്പം ചൈന, ജപ്പാൻ, ബർമ, ടിബറ്റ്, അഫ്ഗാനിസ്ഥാൻ, തെക്കുകിഴക്കൻ ഏഷ്യ, ശ്രീലങ്ക തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ബുദ്ധമതം പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ബുദ്ധിസം പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത്. ഇപ്പം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത എല്ലാ പോയിന്റ്സും വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റണം. ഓക്കെ, അടുത്തത് മെറ്റീരിയലിസം, ഭൗതികവാദമാണ്. നോക്കുക. സെവറൽ സ്കൂൾസ് ഓഫ് തോട്ട്സ് വർ ഫോംഡ് ഇൻ ദ 6th century BC. 6ാം നൂറ്റാണ്ടിൽ BC 6ാം നൂറ്റാണ്ടിൽ നിരവധി ആശയധാരകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒന്നാണെന്ത്? ഈ പറഞ്ഞ മെറ്റീരിയലിസം അഥവാ ഭൗതികവാദം. ഓക്കെ, അജിത കേശകാംബലൻ വാസ് ദ പ്രൊമൾഗേറ്റർ ഓഫ് ദിസ് സ്കൂൾ ഓഫ് തോട്ട്. അപ്പോൾ ഇതിൻ്റെ പ്രചാരകൻ, ഈ ചിന്താധാരയുടെ പ്രചാരകൻ ആരാന്ന് ചോദിച്ചാൽ അജിത കേശകമ്പളിൻ ആയിരുന്നു. ഓക്കെ, ഹി വാസ് എ കണ്ടംപററി ഓഫ് ബുദ്ധ. ഓക്കെ, ബുദ്ധൻ്റെ സമകാലീനായിരുന്നു ആര്? അജിത കേശകമ്പളിൻ. ദെൻ നെക്സ്റ്റ്, ദ മെറ്റീരിയലിസ്റ്റ് ഒപ്പൈൻ ദാറ്റ് റിലീജിയസ് പ്രാക്ടീസ് ആർ മീനിങ്ലെസ് ആൻഡ് ദർ ഈസ് നെയ്തർ ഇഹലോക ഓർ പരലോക. ഓക്കെ, ദിസ് വേൾഡ് ഓർ ദ അതർ വേൾഡ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഈ മെറ്റീരിയലിസ്റ്റ്, അതായത് ഭൗതികവാദികൾ അവകാശപ്പെടുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ എല്ലാ മതാനുഷ്ഠാനങ്ങളും അർത്ഥശൂന്യാണെന്നും ഇഹലോകമൊന്നും പരലോകമൊന്നും പറഞ്ഞിട്ട് ഒന്നുമില്ലെന്നാണ് ഇവർ അഭിപ്രായപ്പെടുന്നത്. ദെൻ മെറ്റീരിയലിസ്റ്റ് സെഡ് ഹ്യൂമൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് 4 elements. When they die, their solid matter dissolves in the earth, liquidity dissolves in water, heat in fire, breath in air and sense in vacuum. അതായത് മനുഷ്യർ 4 ഘടകങ്ങളാൽ നിർമ്മിതമാണെന്നാണ് അവർ പറയുന്നത്. അതായത് മനുഷ്യർ മരിക്കുന്ന സമയത്ത് ഒരംശം ഖരാംശം ഭൂമിയിൽ ലയിക്കുന്നു. ദ്രവാംശം എന്ത് ചെയ്യും? വെള്ളത്തിലും, ചൂട് തീയിലും, ശ്വാസം വായുവിലും, ഇന്ദ്രിയങ്ങൾ ശൂന്യാന്തരീക്ഷത്തിലും ലയിക്കുമെന്നാണ് ഭൗതികവാദികൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ക്യാൻ വി ലേൺ ഫ്രം ദിഗനികായ അബൌട്ട് ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് വജ്ജി അറ്റ് ദാറ്റ് ടൈം? അപ്പോൾ വജ്ജിയിലെ ഭരണസമ്പ്രദായങ്ങളെ പറ്റിയിട്ട് ബുദ്ധൻ്റെ ദിഗനികായിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയുവാൻ കഴിയുന്നതെന്ന് ചോദിക്കുന്നത്. ഒന്നെന്താ? ഡിസിഷൻസ് വർ ടേക്കൺ ജോയിൻ്റ്ലി ത്രൂ ഡിസ്കഷൻസ്. തീരുമാനങ്ങളൊക്കെ ഒരുമിച്ച് കൂടിച്ചേർന്നായിരുന്നു തീരുമാനങ്ങൾ എടുത്തിരുന്നത്. വർക്ക് ടുഗദർ, ഒരുമിച്ചായിരുന്നു കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചിരുന്നത്. ദെൻ എൽഡേഴ്സ് ആർ റെസ്പെക്റ്റഡ്, സപ്പോർട്ടഡ് ആൻഡ് ലിസൺ കെയർഫുള്ളി. മുതിർന്നവരെ ബഹുമാനിക്കുകയും പിന്തുണയ്ക്കുകയും ശ്രദ്ധയോടെ കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വുമൺ ലിവ് ഫ്രീലി, സ്ത്രീകൾ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടിയായിരുന്നു ജീവിച്ചിരുന്നത്. പ്ലേസസ് ഓഫ് വർഷിപ്പ് ഇൻ വില്ലേജസ് ആൻഡ് സിറ്റീസ് എക്സിസ്റ്റ്. അപ്പം നഗരങ്ങളിലും ഗ്രാമങ്ങളിലൊക്കെ ആരാധനാലയങ്ങൾ നിലനിന്നിരുന്നു. ദെൻ പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് ഫെയ്ത്ത്സ് ക്യാൻ മൂവ് about freely and
ഓർ റെസ്പെക്റ്റഡ്. അവിടുത്തെ വ്യത്യസ്ത വിശ്വാസങ്ങളുള്ളവർക്ക് വിശ്വാസങ്ങൾ പിന്തുടരുന്നവർക്ക് അവിടെ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനും ബഹുമാനിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതാണ് വജിയിലെ എന്താ പറയുക ആ ഒരു വജിയെക്കുറിച്ച് ബുദ്ധൻ്റെ ദിഗനികായിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ്, ഹൂ വർ നോൺ ആസ് ജന. അപ്പോൾ നമ്മൾ ജനപദങ്ങൾ പഠിച്ചു, ജന എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ജന എന്ന് പറഞ്ഞാൽ ദ ട്രൈബ്സ് ഓഫ് ദ വേദിക് പീരീഡ് വർ നോൺ ആസ് ജന. വേദകാലഘട്ടത്തിലുണ്ടായ ആ ഗോത്ര സമൂഹത്തിൽ ഇല്ലെങ്കിൽ ആ ഗോത്ര വിഭാഗത്തെയാണ് എന്തു പറയുക, നമ്മൾ ജന എന്ന് പറയാം. അപ്പോൾ നമ്മൾ വേദകാലഘട്ടത്തിലൊരു ഗോത്ര സാമൂഹ്യ വ്യവസ്ഥയാണ് നിലനിന്നിരുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഡു യു മീൻ ബൈ ജനപദാസ്? അപ്പോൾ എന്താണ് ജനപദാസ് എന്ന് പറഞ്ഞാലെന്ന് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താ ജനപദാസ് എന്ന് പറഞ്ഞാൽ ആസ് അഗ്രികൾച്ചർ ബിക്കേം വൈഡ് സ്പ്രെഡ് ജന ബിഗാൻ ടു സെറ്റിൽ ഡൗൺ പെർമനൻ്റ്ലി ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. ദിസ് കെയിം ടു ബി നോൺ ആസ് ജനപദാസ്. അപ്പം കൃഷി വ്യാപകമായതോടെ ഈ പറഞ്ഞ ജന എന്ന് പറയുന്ന ഗോത്ര സമൂഹങ്ങൾ എല്ലാവരും കൂടി ഒരിടത്ത് സ്ഥിരതാമസമാക്കാൻ തുടങ്ങി. ഇവയാണ് എന്ത് പേരിൽ അറിയപ്പെട്ടിട്ടുള്ളത്? ജനപദങ്ങൾ എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. നെക്സ്റ്റ് നോക്കുക, വാട്ട് ആർ ദ ചേഞ്ചസ് റെഫർഡ് ടു ആസ് സെക്കൻഡ് അർബനൈസേഷൻ ബൈ ഹിസ്റ്റോറിയൻസ്? ഏതു മാറ്റത്തെയാണ് ചരിത്രകാരർ രണ്ടാം നഗരവൽക്കരണം എന്ന് പറഞ്ഞിട്ടുള്ളത്? നമ്മൾ മഹാജനപദങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോട്ട് ചെയ്തൊരു ഭാഗമാണത്. ഓക്കെ, അഗ്രികൾച്ചറൽ സർപ്ലസ് പ്രൊഡക്ഷൻ ഇൻ ദ ജനപദാസ് ലെഡ് ടു ദ ഗ്രോത്ത് ഓഫ് ട്രേഡ് ആസ് വെൽ ആസ് ദ ഡെവലപ്മെൻറ്റ്. ജനപദങ്ങളിൽ എന്തുണ്ടായി? കാർഷിക മിച്ചോൽപാദനം കച്ചവടത്തിൻ്റെയും നഗരങ്ങളുടെയും വളർച്ചയിലേക്ക് നയിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ അലോങ് വിത്ത് ട്രേഡ് ടൗൺസ് ബിക്കെയിം മാനുഫാക്ചറിങ് സെൻറ്റേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ക്രാഫ്റ്റ്സ്. അപ്പോൾ ഈ കച്ചവടത്തോടൊപ്പം തന്നെ വ്യത്യസ്ത കരകൗശല വസ്തുക്കളുടെ നിർമ്മാണ കേന്ദ്രങ്ങളായിട്ട് നഗരങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. ദിസ് ഇൻഎക്സ്ട്രിക്കബിൾ റിലേഷൻഷിപ്പ് വിത്ത് അഗ്രികൾച്ചർ ആൻഡ് ദ സോയിൽ സ്റ്റാർട്ടഡ് ഡ്യൂറിങ് ദിസ് ടൈം ഗേവ് റൈസ് ടു ദ വ്യൂ വൺസ് ഓൺ ലാൻഡ്. അപ്പോൾ എന്താണ്, മനുഷ്യനും കൃഷിയും മണ്ണും തമ്മിലുള്ള ഇഴപിരിയാത്തൊരു ബന്ധം അവിടെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും അവനവൻ്റെ ഭൂമി എന്നുള്ളൊരു തോട്ട്, അല്ലേ, വൺസ് ഓൺ ലാൻഡ് എന്നൊരു തോട്ട് വരുവാണ്. അങ്ങനെ ഈ മാറ്റത്തെയാണ് ചരിത്രകാരൻ എന്ത് പറഞ്ഞിട്ടുള്ളത്? സെക്കൻഡ് അർബനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇൻ മഹാജനപദാസ്. മഹാജനപദങ്ങളിലെ ഭരണ സംവിധാനം ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പഠിച്ചു വെക്കണേ. ആൻ എഫിഷ്യൻറ്റ് സിസ്റ്റം ഓഫ് ടാക്സ് കളക്ഷൻ ആൻഡ് സ്റ്റാൻഡിംഗ് ആർമി ഡെവലപ്ഡ് ഡ്യൂറിങ് ദിസ് ടൈം. അപ്പോൾ ഈ കാലഘട്ടത്ത് കാര്യക്ഷമമായൊരു നികുതി പിരിവ് സമ്പ്രദായം ഉണ്ടായിരുന്നു. അതുപോലെ ഒരു സ്ഥിര സൈന്യവും നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ 2 types ഓഫ് ടാക്സസ്, ബലി ആൻഡ് ബാഗ. 2 ടാക്സസ് ആണ് അവിടെ പറയുന്നത്. നമ്മൾ ഈ പാലി ഭാഷ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഇങ്ങനൊരു വേർഡ് കാണുന്നുണ്ട്, ബലി എന്ന് പറഞ്ഞിട്ട്. അത് നികുതിയാണെന്നൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ടാക്സ്, 2 നികുതിയുടെ പേര് ഓർക്കുക. ഏതൊക്കെയായിരുന്നു? ബലിയും ബാഗയും. ഓക്കെ, ഗ്രെയിൻസ് ആൻഡ് കാറ്റൽസ് വർ മെയിൻലി പെയ്ഡ് ആസ് ടാക്സ്. അല്ലേ, നികുതിയായിട്ട് എന്താ കൊടുക്കുക? ധാന്യങ്ങളും കന്നുകാലികളെയായിരുന്നു കൊടുത്തുകൊണ്ടെന്ന്. ദോസ് ഹു ലിവ്ഡ് ഇൻ ദ ഫോറസ്റ്റ് പെയ്ഡ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ആസ് ദ ടാക്സ്. അപ്പോൾ വനങ്ങളിൽ താമസിച്ചിരുന്നവർ വനവിഭവങ്ങളായിരുന്നു നികുതിയായിട്ട് കൊടുത്തിരുന്നത്. ദർ വർ മെനി ഒഫീഷ്യൽസ് അതിനു മുമ്പ് ദ ആർട്ടിസൻസ് വർക്ക്ഡ് ഫോർ ദ കിങ് ഓൺ ദ ഫിക്സ്ഡ് ഡേയ്സ്. അപ്പോൾ ഈ കരകൗശല തൊഴിലാളികൾ ഒരു നിശ്ചിത ദിവസം രാജാവിനായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ ദർ വർ മെനി ഒഫീഷ്യൽസ് ഫോർ ക്യാരിങ് ഔട്ട് അഡ്മിനിസ്ട്രേഷൻ. നിർവഹണത്തിനായിട്ട് ധാരാളം ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. സേനാനി, പുരോഹിത ആൻഡ് ഗ്രാമണി ഹു അസിസ്റ്റഡ് ദ കിങ്. അപ്പോൾ സേനാനി, പുരോഹിതൻ, ഗ്രാമണി എന്നിവരെ ഇതിൽ പരാമർശിക്കുന്നുണ്ട്. അവർ രാജാവിനെ സഹായിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ മഹാജനപദാസ് ഹാഡ് ഫോർട്ട്സ് ആൻഡ് ക്യാപിറ്റൽസ് സിറ്റീസ്. എന്താണ്? മഹാജനപദങ്ങൾക്ക് കോട്ടകളും തലസ്ഥാന നഗരികളും ഉണ്ടായിരുന്നു. നെക്സ്റ്റ് നോക്കാം, ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് വർ ദ മെയിൻ റീസൺ ഫോർ ദ ഗ്രോത്ത് ഓഫ് മഗധ. അപ്പോൾ മഗധയുടെ വളർച്ചയ്ക്ക് ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എത്രത്തോളം പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഒരുപാട് പങ്കുവഹിച്ചിട്ടുണ്ട് നമുക്ക് പറയാൻ പറ്റും. പോയിന്റ്സ് ഡീറ്റെയിൽ നമ്മൾ ഈ ചോദ്യം ഇല്ലടാ 36ാമത്തെ പേജിൽ ഫസ്റ്റ്, ടെക്സ്റ്റ് ബുക്കിൻ്റെ 36ാമത്തെ പേജിൽ ഫസ്റ്റ് ഇതൊരു ചോദ്യമായിട്ടുണ്ട്. നമ്മൾ പോയിൻ്റായിട്ടാണ് എഴുതിയിട്ടുള്ളത്. നോക്കുക, ഒന്നാമത്തെ പോയിന്റ് ഇതാണ്: മഗധ വാസ് ഫെർട്ടൈൽ റീജിയൻ വിത്ത് ഗുഡ് റെയിൻഫാൾ. അപ്പോൾ എങ്ങനെയാണ്? നല്ല മഴ ലഭിക്കുന്ന ഉൽപാദനക്ഷമതയുള്ള പ്രദേശമായിരുന്നു എന്ത്? മഗധ. ദർ വർ ലാർജ് ഡെപ്പോസിറ്റ്സ് ഓഫ് അയൺ ഓർ ഓൾസോ. എന്താണ്? ഇരുമ്പയിരുന്ന നിക്ഷേപം ധാരാളം ഉണ്ടായിരുന്നു. ഹെൻസ് ദ അയൺ നീഡഡ് ഫോർ ടൂൾസ് ആൻഡ് വെപ്പൺസ് വാസ് റെഡ്ലി അവൈലബിൾ. അതുകൊണ്ട് തന്നെ ഈ ആയുധങ്ങളും
അതുപോലെ തന്നെ ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പ് അവിടെ തന്നെ ലഭ്യമായിട്ടുണ്ട്. എലഫൻസ് വർ ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ദ വാസ് ഇൻ ദോസ് ഡേയ്സ്. അക്കാലത്ത് യുദ്ധങ്ങളിൽ ആന ഒരു പ്രധാന ഘടകമായിരുന്നു. എലഫൻസ് വർ അവൈലബിൾ ഇൻ ലാർജ് നമ്പേഴ്സ് ഇൻ ദ ഫോറസ്റ്റ് ഓഫ് മഗധ. ദിസ് എൻഷുവേർഡ് മഗധൻ വിക്ടറി ഇൻ ബാറ്റിൽസ്. അപ്പോൾ എന്താണ്, അവിടുത്തെ മഗധയിലെ വനങ്ങളിൽ ധാരാളം ആനകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മഗധയുടെ യുദ്ധവിജയം ഉറപ്പാക്കുന്നതിന് ഇതും ഒരു പങ്കായിരുന്നു. ദെൻ ദ ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് പ്രൊവൈഡ് ഈസി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് എന്നാണ് പറയുന്നത്. അതായത് ഗംഗയും അതിൻ്റെ പോഷക നദികളും ഈ ചരക്ക് ഗതാഗത സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ടാണ് 16 മഹാജനപദങ്ങൾ തമ്മിൽ അധികാരത്തിന് വേണ്ടി നിരന്തര യുദ്ധങ്ങൾ ഉണ്ടായ സമയത്തൊക്കെ അന്തിമമായിട്ട് മഗധ ജയിക്കാനുണ്ടായ റീസൺ ഈ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് തന്നെയാണ്. നെക്സ്റ്റ്, ഡൈനാസ്റ്റീസ് ആൻഡ് ദ പ്രൊമിനൻറ്റ് കിങ്സ് ഓഫ് മഗധ. മഗധയിലെ രാജവംശങ്ങളും പ്രധാന രാജാക്കന്മാരും ഈ പേര് നമ്മൾ ഓർത്ത് വെക്കണം, നമുക്ക് മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ വരാം. അപ്പോൾ ഹര്യങ്ക ഡൈനാസ്റ്റി, ഹര്യങ്ക രാജവംശത്തിൽ ബിംബസാര, അജാതശത്രു രണ്ടുപേരാണ്, ബിംബസാരനും അജാതശത്രു കേട്ടോ. ശിശുനാഗ ഡൈനാസ്റ്റി, ശിശുനാഗയാണ് രാജാവിൻ്റെ പേര്. ഓക്കെ, ദെൻ നന്ദ ഡൈനാസ്റ്റി, അതായത് മഹാപത്മനന്ദ. ഓക്കെ, ഇത്രയും പേരാണ് രാജാക്കന്മാരുടെ പേര്, മറക്കാതെ ഓർത്ത് വെക്കണേ. നെക്സ്റ്റ്, മൗര്യ കിങ്ഡം, മൗര്യ രാജ്യം. അപ്പോൾ ഏതൊക്കെ പോയിന്റ്സ് ആണ്? ചന്ദ്രഗുപ്ത മൗര്യ ഡെഫീറ്റഡ് ധനനന്ദ, ദ ലാസ്റ്റ് റൂളർ ഓഫ് നന്ദ ഡൈനാസ്റ്റി ഇൻ 321 BCE ആൻഡ് ഫൗണ്ടഡ് ദ മൗര്യ കിങ്ഡം. ഓക്കെ, അപ്പോൾ അതായത് നന്ദവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ധനന്ദനെ പരാജയപ്പെടുത്തി BCE 321 ആര് മൗര്യരാജ്യം സ്ഥാപിക്കുന്നു? ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യരാജ്യം സ്ഥാപിക്കുന്നു. ദെൻ ദ ക്യാപിറ്റൽ ഓഫ് ദ മൗര്യ കിങ്ഡം വാസ് പാടലിപുത്ര. ഓക്കെ, പാടലിപുത്രം അതായത് ഇന്നത്തെ പാറ്റ്ന ആയിരുന്നു എന്ത് മൗര്യരാജ്യത്തിൻ്റെ തലസ്ഥാനം. ഓക്കെ, ദെൻ അർത്ഥശാസ്ത്ര റിട്ടൺ ബൈ കൗഡില്യ, ഇൻസ്ക്രിപ്ഷൻ ഓഫ് എംപറർ അശോക ആൻഡ് കോയിൻസ് ഇൻ സർക്കുലേഷൻ അറ്റ് ദ ടൈം ഹെൽപ്പ് ഇൻ ദ സ്റ്റഡി ഓഫ് ദ ഹിസ്റ്ററി ഓഫ് മൗര്യ കിങ്ഡം. അതായത് കൗഡില്യൻ്റെ അർത്ഥശാസ്ത്രം, നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഇത് ഓർത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൗഡില്യൻ്റെ അർത്ഥശാസ്ത്രം, അശോക ചക്രവർത്തിയുടെ ഇൻസ്ക്രിപ്ഷൻസ് മീൻസ് ലിഖിതങ്ങളാണ്, ആൻഡ് ഓൾസോ അക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന നാണയങ്ങൾ തുടങ്ങിയവയിൽ നിന്നാണ് മൗര്യരാജ്യത്തിൻ്റെ ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആഫ്റ്റർ ഹി ഇൻവേർഡഡ് അതിന് മുമ്പ് ഒരു പോയിന്റ് ഉണ്ട്. കിങ് അശോക വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൂളർ ഓഫ് ദി മൗര്യ കിങ്ഡം. അപ്പോൾ മൗര്യ രാജ്യത്തിലെ ഏറ്റവും പ്രധാന ഭരണാധികാരി ആരായിരുന്നു? അശോകനായിരുന്നു. ഓർത്തു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. കിങ് അശോക വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൂളർ ഓഫ് ദി മൗര്യ കിങ്ഡം. ഓക്കെ, ആഫ്റ്റർ ഹി ഇൻവേർഡഡ് ആൻഡ് കോൺകേർഡ് കലിംഗ, പ്രസൻറ്റ് ഡേ ഒഡീഷയാണ് കലിംഗ എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ ഹി ഇൻവേഡഡ് ആൻഡ് കോൺകേർഡ് കലിംഗ ദ മൗര്യ കിങ്ഡം എക്സ്പാൻഡഡ്. അപ്പോൾ എന്താണ്, അശോകൻ എന്ത് ചെയ്തിട്ടുണ്ട്? അശോക ചക്രവർത്തി കലിംഗം ഇന്നത്തെ ഒഡീഷയെ ആക്രമിച്ച് കീഴടക്കിയതോടെ മൗര്യരാജ്യം എന്തായി? എക്സ്പാൻഡഡ് ആയി, വിശാലമായി എന്നാണ് പറയുന്നത്. ദെൻ അതിനുശേഷം ഒരു പോയിന്റും കൂടിയുണ്ട്. ഇറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ ദ ഇൻസ്ക്രിപ്ഷൻ ദാറ്റ് അശോക ഗേവ് എ വാർ ആഫ്റ്റർ ദ ബാറ്റിൽ ഓഫ് കലിംഗ. അപ്പോൾ ഈ കലിംഗ യുദ്ധത്തിന് ശേഷം അശോകൻ യുദ്ധങ്ങൾ ഉപേക്ഷിച്ചതായിട്ട് ലിഖിതങ്ങളുണ്ട്. ഇതാണ് നമ്മൾ മൗര്യ കിങ്ഡത്തെ കുറിച്ച് പറയുമ്പോൾ ഓർക്കേണ്ട കാര്യം. നോക്കടാ, അടുത്ത മൗര്യൻ റൂളാണ്, മൗര്യ ഭരണം. ഓക്കെ, ദ മൗര്യ കിങ്ഡം വാസ് ഡിവൈഡ് ഇൻ ടു വേരിയസ് പ്രൊവിൻസസ്. ഇതാണ് ഒന്നാമത്തെ പോയിന്റായിട്ട് പറയുന്നത്. അതായത് മൗര്യരാജ്യം വിവിധ പ്രവിശ്യകളായിട്ട്, പ്രൊവിൻസസ് ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. സച്ച് പ്രൊവിൻസസ് വർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവർണേഴ്സ്. ഇത് ആരുടെ കൺട്രോളിലായിരുന്നു? ഇത്തരം പ്രവിശ്യകൾ ഗവർണർമാരുടെ നിയന്ത്രണത്തിന് കീഴിലായിരുന്നു. അടുത്തത് ദ പാടലിപുത്ര, ദ ക്യാപിറ്റൽ വാസ് അണ്ടർ ദ ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ദി എംപറർ. അപ്പോൾ തലസ്ഥാനമായ പാടലിപുത്രം ചക്രവർത്തിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു. ഇതാണ് മൗര്യൻ റൂൾ, അതായത് മൗര്യ ഭരണം പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട പോയിന്റ്. ദെൻ മൗര്യൻ ആർമിയെക്കുറിച്ച് പറയുമ്പോൾ ദ മൗര്യൻ ആർമി ഹാഡ് 5 ഡിവിഷൻസ്. അപ്പം മൗര്യൻ സൈന്യത്തിന് എത്ര വിഭാഗം ഉണ്ടായിരുന്നടാ? 5 വിഭാഗം ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ദേവർ ഇൻഫാൻട്രി, കാവൽറി, ചാരിയറ്റ്സ്, എലഫൻസ് ആൻഡ് ദ നേവി. ഏതൊക്കെയാണ്? കാലാൾപ്പട, കുതിരപ്പട, തേര്, ഗജസേന, നാവികസേന, ഇങ്ങനെയായിരുന്നു. ഓക്കെ, ദെൻ മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ വാസ് ക്യാരിഡ് ഔട്ട് ബൈ എ 30 മെമ്പർ കമ്മിറ്റി. അതായത് ഭരണത്തിന്, ഈ മിലിറ്ററി സൈനിക ഭരണത്തിൻ്റെ ചുമതല 30 അംഗങ്ങളുള്ള സമിതിക്കായിരുന്നു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കാണുന്നത് ക്യാപിറ്റൽ ഓഫ് ദ പ്രൊവിൻസസ് അല്ലേ. അവിടുത്തെ പ്രവിശ്യകളുടെ തലസ്ഥാനങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 39 ഒരു കോളമുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എഴുതിയത് എന്തൊക്കെയാണ്? ഒന്ന് സദേൺ പ്രൊവിൻസ്. ഓക്കെ, സദേൺ പ്രൊവിൻസ്. ദെൻ
വെസ്റ്റേൺ പ്രൊവിൻസ്, നോർത്തേൺ പ്രൊവിൻസ് ആൻഡ് ഈസ്റ്റേൺ പ്രൊവിൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സദേൺ പ്രൊവിൻസിൽ ഏതാ വരിക എന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട്, സുവർണഗിരിയാണ്. വെസ്റ്റേൺ പ്രൊവിൻസ് എന്താണ്, ഉജ്ജയിനിയാണ്. നോർത്തേൺ പ്രൊവിൻസ് തക്ഷശില ആൻഡ് ഈസ്റ്റേൺ പ്രൊവിൻസ് വരുന്നത് ഏതാണ്, തൊഷാലി എന്നുള്ള പ്ലേസാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അശോകധമ്മ. എന്താണ് അശോകധമ്മ? അശോകധമ്മ എന്ന് പറയുമ്പോൾ നോക്കുക, ദ ഐഡിയാസ് പ്രൊപ്പഗേറ്റഡ് ബൈ എംപറർ അശോക ടു മെയിൻറ്റെയിൻ പീസ് ആൻഡ് കോഎക്സിസ്റ്റൻസ് എമംഗ് ഹിസ് സബ്ജക്ട്സ് ആർ നോൺ ആസ് അശോകധമ്മ. അതായത് തൻ്റെ പ്രജകൾക്കിടയിൽ സഹവർത്തിത്വവും സമാധാനവും നിലനിർത്താൻ അശോക ചക്രവർത്തി പ്രചരിപ്പിച്ച ആശയങ്ങളാണ് അശോകധമ്മ എന്നറിയപ്പെടുന്നത്. ദെൻ മെയിൻ ഐഡിയാസ് ഓഫ് അശോകധമ്മ. അശോകധമ്മയിലെ പ്രധാന ആശയങ്ങളാണ്: ഒന്ന്, ബി ടോളറൻറ്റ് ടു അതർ റിലീജിയൻസ്, മറ്റ് മതവിശ്വാസികളോട് സഹിഷ്ണുത കാണിക്കുക. റെസ്പെക്ട് എൽഡേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്, മുതിർന്നവരെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുക. ദെൻ ബി കൈൻഡ് ടു സ്ലേവ്സ് ആൻഡ് ദ സിക്ക്, അടിമകളോടും രോഗികളോടും ദയ കാണിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അശോകധമ്മയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ്, ഗ്രോത്ത് ഓഫ് ട്രേഡ് ഇൻ മൗര്യ കിങ്ഡം. അതായത് മൗര്യ രാജ്യത്തെ കച്ചവടത്തിൻ്റെ വളർച്ചയാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, പഞ്ചുമാർക്ക്ഡ് കോയിൻസ് വർ യൂസ്ഡ് ഫോർ ട്രേഡ്. അപ്പോൾ ഈ മുദ്രാങ്കിത നാണയങ്ങൾ കച്ചവടത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. വെള്ളിയിലും ചെമ്പിലുമാണ് ഈ നാണയങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ ഗുഡ്സ് വർ ട്രാൻസ്പോർട്ടഡ് ത്രൂ ലാൻഡ്, സീ ആൻഡ് റിവേഴ്സ്. കരവഴിയും കടൽ വഴിയും നദി വഴിയും സാധനങ്ങൾ കൊണ്ടുപോയിരുന്നു. ഓക്കെ, ഗ്രെയിൻസ്, ടെക്സ്റ്റൈൽസ്, മെറ്റൽസ് വർ ദ ചീഫ് കമോഡിറ്റീസ് ഓഫ് ട്രേഡ്. അതായത് പ്രധാന കച്ചവട വസ്തുക്കൾ എന്ന് പറയുന്നത് ധാന്യങ്ങളും തുണിത്തരങ്ങളും ലോഹങ്ങളുമായിരുന്നു. ഓക്കെ, ദ വേർഡ്സ് സെത്തീസ് ആൻഡ് സാത്തവാഹകർ റെഫേഴ്സ് ടു ട്രേഡേഴ്സ്. ഓക്കെ, അതുപോലെ ഇവിടെ സേത്ത്, സാത്തവാഹകർ എന്നീ പദങ്ങളൊക്കെ കച്ചവടക്കാരെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട പോയിന്റ്സ്. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് സിറ്റി സ്റ്റേറ്റ്സ് ഇൻ ഗ്രീസ്. ഇപ്പോൾ ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങളുടെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പേ നമ്മൾ രാഷ്ട്രരൂപീകരണം ഗ്രീസിൽ എന്ന് പറഞ്ഞ ഭാഗങ്ങളുടെ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കാം, വില്ലേജസ് ടു ടുഗദർ ഫോർ ദ പർപ്പസ് ഓഫ് സെക്യൂരിറ്റി ആൻഡ് ഗവേണൻസ് ദേ കെയിം ടു ബി നോൺ ആസ് സിറ്റി സ്റ്റേറ്റ്സ്. അപ്പോൾ ഗ്രീസിൽ പൊതുസുരക്ഷയ്ക്കും ഭരണത്തിനുമായിട്ട് ഗ്രാമങ്ങൾ ഒന്നിച്ചു വന്നു. അവ എന്ത് പേരിലാണ് അറിയപ്പെട്ടത്? നഗരരാഷ്ട്രങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ദെൻ സിറ്റി സ്റ്റേറ്റ്സ് കൺസിഡേർഡ് ഓഫ് എ സിറ്റി ആൻഡ് സറൗണ്ടിങ് അഗ്രികൾച്ചറൽ വില്ലേജസ്. ഒരു നഗരവും അതിനു ചുറ്റുമുള്ള കാർഷിക ഗ്രാമങ്ങളും ഉൾപ്പെട്ടതായിരുന്നു എന്ത്? നഗരരാഷ്ട്രം. ദെൻ ഹിൽസ് ആൻഡ് മൗണ്ടെയ്ൻസ് പ്രൊവൈഡഡ് നാച്ചുറൽ ബൗണ്ടറീസ് ഫോർ ദീസ് സിറ്റി സ്റ്റേറ്റ്സ്. എന്താണ്? കുന്നുകളും പർവ്വതങ്ങളും ഈ നഗരരാഷ്ട്രങ്ങൾക്ക് നാച്ചുറൽ ബൗണ്ടറീസ്, പ്രകൃതിദത്തമായ അതിർത്തികൾ നൽകിയിട്ടുണ്ട്. ദെൻ സം ഓഫ് ദ സിറ്റി സ്റ്റേറ്റ്സ് വർ ഐലൻഡ്സ്. ഇതിൽ ചില നഗരരാഷ്ട്രങ്ങൾ ദ്വീപുകളായിരുന്നു എന്ന് പറയുന്നുണ്ട്. ദ ക്യാപിറ്റൽ ഓഫ് ദ സിറ്റി സ്റ്റേറ്റ്സ് വർ ലൊക്കേറ്റഡ് ഓൺ ഹൈ ഹിൽസ്. ഉയർന്ന കുന്നിന് മീതെയായിരുന്നു നഗരരാഷ്ട്രങ്ങളുടെ തലസ്ഥാനം. അടുത്ത പോയിന്റ്, ഏതൻസ്, സ്പാർട്ട, കൊറിന്ത്, തീബ്സ് വർ സം ഓഫ് ദ മേജർ സ്റ്റേറ്റ്സ് ഓഫ് സിറ്റി സ്റ്റേറ്റ്സ് ഓഫ് ഗ്രീസ്. അപ്പോൾ ഏതൻസ്, സ്പാർട്ട, കൊറിന്ത്, തീബ്സ് ഇവയൊക്കെ ഗ്രീസിലെ പ്രധാന നഗരരാഷ്ട്രങ്ങളായിരുന്നു. ഇതാണ് നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് സിറ്റി സ്റ്റേറ്റ്സിൽ പഠിക്കാനുള്ള. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം, ദ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് that prevailed in Athens was different from the system of governance in the other city states. Why? അതായത് ഏതൻസിലെ ഭരണരീതി എന്ന് പറയുന്നത് മറ്റു നഗരരാഷ്ട്രങ്ങളിലെ ഭരണരീതിയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. എന്തുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മളോട് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ആൻസർ എന്താ പറയുക? ദ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ദാറ്റ് പ്രിവൈഡ് ഇൻ ഏതൻസ് 2500 years ago resembled modern democracy. 2500 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിലെ ഏതൻസിൽ നിലനിന്നിരുന്ന ഭരണ സമ്പ്രദായം ആധുനിക ജനാധിപത്യത്തോട് ഒരു സിമിലാരിറ്റി, സാമ്യമുള്ളതായിരുന്നു എന്നാണ്, റിസംബിൾനെസ് ഉണ്ടായിരുന്നതെന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദിസ് വാസ് ഡിഫറെൻറ്റ് ഫ്രം ദ സിസ്റ്റം ഓഫ് ഗവർണൻസ് ഇൻ ദ അതർ സിറ്റി സ്റ്റേറ്റ്സ്. അതുകൊണ്ട് തന്നെ ഇത് മറ്റുള്ള സിറ്റി സ്റ്റേറ്റ്സിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇവരുടെ ഭരണരീതികൾ. ഓൾ മെയിൽസ് ഓവർ ദ ഏജ് ഓഫ് 30 എക്സെപ്റ്റ് സ്ലേവ്സ് വർ കൺസിഡർഡ് ആസ് സിറ്റിസൺസ്. അതായത് 30 വയസ്സിൽ മുകളിലുള്ള എല്ലാ പുരുഷന്മാരും, അടിമകൾ അല്ലാത്ത എല്ലാ പുരുഷന്മാരെയും എന്താണ്? പൗരന്മാരായിട്ട് കണക്കാക്കിയിരുന്നു എന്ന് പറയുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയാം, ദീസ് സിറ്റിസൺസ് ഫോംഡ് എ കമ്മിറ്റി ആൻഡ് മെറ്റ് 4 times a year ടു ടേക്ക് ഡിസിഷൻസ് ഓൺ ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ്. അപ്പോൾ ഈ സമിതിയിലുള്ള ആൾക്കാർ ഒരു വർഷത്തിൽ 4 തവണ കൂടുകയും ഒരുമിച്ച് കൂടുകയും അതിൽ നിന്ന്
പ്രധാന തീരുമാനങ്ങളൊക്കെ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കുമായിരുന്നു എന്ന് പറയുന്നു. ദെൻ വുമൺസ്, ആർട്ടിസൻസ് ആൻഡ് ദ ഫോറിനേഴ്സ് who worked as traders were not considered as citizens. ഇതിൽ സ്ത്രീകളും കരകൗശല തൊഴിലാളികളും അതുപോലെ കച്ചവടക്കാരായി പ്രവർത്തിച്ചിരുന്നവരും വിദേശികൾ തുടങ്ങിയവരെയൊന്നും എന്തായിട്ടില്ല, പൗരന്മാരായിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് ആ ഭാഗത്ത് നമുക്ക് പോയിന്റ്സ് ആയിട്ട് കിട്ടാനുള്ള. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മക്കളെ, അപ്പോൾ നമ്മുടെ ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ്സ് ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും എന്ന് പറഞ്ഞ പാഠം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നോട്ട്സും തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇനി ഓണപരീക്ഷയ്ക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ അടുത്ത ചാപ്റ്ററുമായിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വരാൻ ശ്രമിക്കാം. ഓരോ വിഷയമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ ക്ലാസ്സുകളും കാണാം, വീഡിയോസൊക്കെ കയറിയിട്ട് കാണാം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. ഓക്കെ, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. ഓക്കെ, ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.